എന്തിട്ട് പരിപാടി മക്കളെ. ഓയ്യോ, ഇന്നലെ ചൂടെടുത്തിട്ട് ഉറങ്ങാൻ പറ്റാണ്ട് ഞാൻ ടെൻ്റൊക്കെ തുറന്നിട്ടു. പക്ഷേ ടെൻ്റ് ഇട്ടിട്ട് തുറന്നിട്ടും കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടില്ല. ടെൻ്റ് തുറന്നു കഴിഞ്ഞാൽ അറച്ച് കൊതു വരിക. ഒരു രക്ഷയില്ല. എന്ത് കൊതെന്ന് പറയുക, തീരെ ഉറങ്ങിയില്ല. കാരണം ഭയങ്കര ക്ഷീണമാണ്. ആകെ പൊട്ടം കളിച്ച് നിന്നിട്ട് ഉറക്കം റെഡി ആയാലും ഭയങ്കര ക്ഷീണമാണ്. അത് 5 മണിയാകുമ്പോഴേക്കും എനിക്ക്, അല്ല 5:30 ആകുമ്പോഴേക്കും എൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. നോക്കുമ്പോൾ തൊപ്പിയാണ്. അതിൽ ഇന്നലെ മഴ പെയ്തതിൽ ഓടി വന്നവരൊക്കെ തൊപ്പി ഓടി പോയതുകൊണ്ട് തൊപ്പിയില്ല. വീണ്ടും ചടങ്ങ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുണ്ടോ, ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ. പിന്നെ അതും കാണാനില്ല, എവിടെ പോയാണാവും. കുഴപ്പമില്ല, എന്തായാലും എവിടെ നിന്ന് ഇറങ്ങാൻ നോക്കട്ടെ. എന്നിട്ട് കാര്യങ്ങൾ ഇറങ്ങില്ല മക്കളെ. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇനി വഴിയെ കാണാം. കണ്ടില്ലേ, ഇപ്പോൾ ട്രോമ്പിലാട്ടാ നമ്മൾ. ഇനിയിപ്പോൾ നേരെ ഇവിടെ നിന്ന് പോവാ. നമ്മളങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. 6:30 ഇറങ്ങിയത്. ഇപ്പം 9 മണി ആറായി. 9 മണി കഴിഞ്ഞതുകൊണ്ട് 20 പോരാ, അതിന് കൂടുതൽ കഴിഞ്ഞതുകൊണ്ട് ആകെ ശരിക്കും പൊട്ടനായിട്ട് ഉറങ്ങാണ്ട് എന്തോ പോലെ. നല്ല ഗുരുദ്വാര കിട്ടാൻ ചെല്ലി കിടന്ന് ഉറങ്ങുക നല്ലതെന്ന് തോന്നുന്നുണ്ട് മക്കളെ. സീന 2 ദിവസമായി മര്യാദയ്ക്ക് ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ശരിക്കും. ഉറങ്ങിയില്ലേ ഭയങ്കര സീനാ. ഉറങ്ങാത്തത് സീനാവുണ്ട്. അല്ലാണ്ട് ഇനിയിപ്പം നടക്കില്ല. ഉറങ്ങണം സീനാവുണ്ട്. ലക്നൌവിലേക്ക് 294 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഷാജൻപൂർ 134. ഞാൻ ഇന്നും നാളെ ആയിട്ട് ഷാജൻപൂർ എങ്ങനെ എത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടാണ്. ഇപ്പൊ നടക്കുന്നൊന്നുമില്ല. രാവിലെ 9 മണി കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ വെയിൽ വന്ന് തുടങ്ങിയിട്ട്. ഇഷ്ടിക ഉണ്ടാക്കണ, ഇഷ്ടിക ചൂട് പിടിക്കുന്ന ചോളാണ്ട്. ചൂളാന്നല്ല പറയാ. അത് നോക്കിയേ എന്ത് വലുപ്പാലേ. പുക വരുന്നില്ല. സൈക്കിളിലെ ടയർ വീണ്ടും പഞ്ചറായിട്ടോന്ന് സംശയമുണ്ട്. ഇന്നലെ 2 പ്രാവശ്യം ടയർ പോയി നടന്ന് കാൽ ടയർ അടിച്ചു. വീണ്ടും ടയർ പോണ പോലെ ഉണ്ട്. എന്നിട്ടൊക്കെയാണാവോ പഞ്ചറടച്ച് പതറക്കി. ഹൈവേ കൂടെയുള്ള കളിയാട്ടാ. ഹൈവേ കൂടെ മാത്രമായി ഇപ്പോൾ എന്തൊക്കെ സൗണ്ട് വരുന്നുണ്ട് സൈക്കിളിൽ. കര പറഞ്ഞിട്ടൊക്കെ. പിന്നെ ഈ ബാഗ് ഉണ്ടല്ലോ സൈഡിലിടുന്ന സൈക്കിളിൻ്റെ ടെക്കാത്തലോണ്ട് അതിൻ്റെ ഒരു സൈഡ് പൊട്ടിപ്പോകുന്നു. എന്താ ചെയ്യുക, ഒക്കെ കൂടിയിട്ട് ഓരോന്ന് പറഞ്ഞാൽ കിട്ടണേ. പാകില്ല. കണ്ട സൗണ്ട് കേൾക്കാണ്ട്. ആ ബാഗിൻ്റെ മറ്റേ സ്ട്രിപ്പ് ഉണ്ട്, അത് പറഞ്ഞിരുന്നു. ഞാൻ ആദ്യം അതാണ് വിചാരിച്ചത്. പക്ഷെ ഇത് അതല്ല, വേറെന്താ സൗണ്ടാ. തൊപ്പി പോയായിരുന്നേ തല ചൂട് പിടിക്കുക വെയിലടിക്കുമ്പോൾ. അതാണ് തൊയിരക്കേട്. നേരത്തെ എൻ്റെ ഇപ്പോൾ വിശക്കുക നന്നായിട്ട്. നമ്മൾ ആ അരിയും പരിപ്പ് കറിയൊക്കെ പരിപ്പ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എപ്പോഴും കുറേ സാധനങ്ങൾ ഇങ്ങനെ കിട്ടണമായിരുന്നു. എന്നാണ് ഉണ്ടാവുക. ധർമ്മശാല പോയിട്ട് അന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് മറ്റാൾ മലയാളീനെ കണ്ടു. മലയാളി ഫുഡ് ഓഫർ ചെയ്തു. അപ്പോൾ അത് പോയി. പിന്നെ പെട്രോൾ പമ്പിൽ പിന്നെ ഫുഡ് ഉണ്ടാക്കൽ നടക്കില്ല. നമ്മളവിടുന്ന് വന്നപ്പോഴേ ഏതോ ഒരു ടൗണിൻ്റെ ഉള്ളിൽ കയറി. അത് ഷോർട്ട് കട്ട് വെച്ച് പിടിച്ചതാ. അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി പോയി നേരെ. മാങ്ങയുടെ സീസണായ കാരണം എല്ലായിടത്തും നോക്കിയാലും മാങ്ങയാണ്. ഫുള്ള് മാങ്ങ.
വളഞ്ഞ് അപ്പുറത്ത് കൂടെ വേറെ വളഞ്ഞിട്ടൊരു വഴിയുണ്ട്. ആ വഴി വളയണതിന് പകരം ഞാൻ അതിനുള്ളിൽ കൊടുത്തതാണ്. റോസാപ്പൂ അല്ലത്. റോസാപ്പൂ നല്ല തിരക്കുള്ളൊരു ഏരിയ കേട്ടോ. മാർക്കറ്റ് പോലത്തെ ഒരു സെറ്റപ്പാണ് കൊണ്ടിട്ടാ. പെട്ടെന്ന് കഴിഞ്ഞു. ടപ്പ ഏതാണ്ട് കഴിഞ്ഞു. സൈക്കിൾ കട പേരയ്ക്ക അല്ല മാങ്ങ. ഗേൾസ് സ്കൂളാവുന്നുണ്ട്. എല്ലാവരും നോക്കണ്ട്. അവനൊന്നും നിൽക്കാൻ നിൽക്കണില്ല. നിന്ന് കഴിഞ്ഞാലേ എന്താ ചെയ്യാ, പിന്നീട് പിള്ളേരല്ലേ. വേഗം പോവാടുന്നു. അയ്യോ അയ്യാ. ഇനി ഇവിടുന്ന് ബറേലിയ അങ്ങനെ എന്താ പറഞ്ഞ സ്ഥലത്തേക്ക് എത്ര ബോർഡിന് 30 കിലോമീറ്റർ കാണിക്കുന്ന നടന്നേ. ഇവിടെ ഇപ്പോൾ ഒരു ഓട്ടോഷാറിനോട് വെച്ച് പാള് പറഞ്ഞാൽ 17 കിലോമീറ്ററിലോ. അതൊക്കെ ബെസ്റ്റ്. ഇപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പോവാട്ടാ. ഇരിക്കാൻ പറ്റുകയാണാവോ. ഇവിടെ കുറച്ച് നേരം ഇരിക്കുക. വയ്യ. നല്ല ചൂട് അതിൻ്റെ. നമ്മൾ അവിടെ നടന്ന് നേരം ഇറങ്ങി. എന്താ വെച്ചാലേ നല്ല മഴക്കാരുണ്ട്. നോക്കിയേ, നല്ല മഴക്കാരൊന്നും ഇല്ല. കണ്ണടട്ടാന്ന് തോന്നിയതാന്നാലും ചെറുതായിട്ട് മഴക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മഴക്കാർ വന്നിട്ട് മാത്രമല്ല, തീരെ വെയിലൊക്കെ പോയി. സമയം 12 മണി ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ. അപ്പോൾ വേഗം ചവിട്ടിയിട്ട് കിട്ടുന്ന വല്യേരിയ എന്തോ ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ എന്തോ ഒരു സാധനം വല്യേരിയ അവിടേക്ക് എത്താൻ നോക്കാം. അവിടെ ഗുരുദ്വാരമുണ്ട്. വേഗം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പോരാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ സ്ഥലം കിട്ടുക വെച്ചാൽ വേഗം കിടക്കുക. അതന്നെ കറക്റ്റായിട്ട് പോരുന്നില്ല. മര്യാദയ്ക്കൊന്ന് കിടന്നിട്ട് 2 ദിവസമായി എവിടെയെങ്കിലും ഫാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സുഖം നടന്നു. ഫാൻ കിട്ടുക സുഖം ഉണ്ടാവും ഇവിടെ നടന്നു. അങ്ങനെ ഇതെന്താ വഴി തെറ്റിയ ഇല്ല. ഇത് മറ്റേ വഴി നേരെ വന്നിട്ട് നേരെ ഹൈവേക്ക് കയറിയിട്ടുള്ളതാണല്ലേ. നേരത്തെ നമ്മൾ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറി വന്നത്. അങ്ങനെ നമ്മൾ ബരേലിക്കുള്ള റോട്ടിലേക്ക് എത്തിയത് കണ്ടില്ല. ഒരു വലിയൊരു കവാടം കണ്ടിട്ട് കയറുന്നവിടെ തന്നെ മഴ തൂളി തുടങ്ങിയിട്ടിട്ട് മക്കളെ പണിയായിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നേരെ പോകാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ വഴിയാണ് പോകേണ്ടത്. ഇതിപ്പോൾ ധർമ്മശാല നോക്കി പോകണ കാരണം നമുക്ക് ഇതിൽ കൂടെ പോവാം. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിട്ട് അപ്പുറത്തേക്ക് എത്തുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാ തരണേ. മാപ്പിൽ ഈ വഴി കാണിക്കില്ല, ആ വഴി കാണിക്കുന്നതാണെന്നുള്ളത്. ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ വഴി മാറി നോക്കാം. അപ്പോൾ ഇത് അതിനെ കണ്ടിട്ട് കാണാൻ വലിയൊരു കവാടല്ലേ. എന്ത് വലുതാ. അങ്ങനെ ഇനി ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഒക്കെ മതിയാവും എന്ന് പറഞ്ഞു അതിൻ്റെ ഉള്ളിലേക്ക് എത്താൻ. അപ്പുറത്ത് കൂടെ 20 കിലോമീറ്റർ ആണ്.
അപ്പുറത്തോടെ വളഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഉള്ളിൽ തന്നെ വരണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചോദിച്ചാരണം വായിക്കണല്ലേ, ഞാൻ ഇപ്പോൾ അപ്പുറത്തോടെ പോയി ഇടുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 40 കിലോമീറ്റർ നമ്മൾ ആദ്യം വരുമ്പോൾ ഉണ്ടാകുന്നത്. പിന്നെ അവിടുന്ന് നേരത്തെ ലാസ്റ്റ് ചോദിച്ചപ്പോൾ 20 കിലോമീറ്റർ പറഞ്ഞേ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് നിൽക്കണം താജിൻ്റെ ഇവിടെ പോകുന്നത്. മഴ നന്നായിട്ട് ഇങ്ങനെ തുള്ളി നിൽക്കുന്നുണ്ട്. കാലാവസ്ഥയൊക്കെ മാറി തരുന്നപ്പോൾ ഇങ്ങനെ തൂടാതെ ചെറുതായിട്ട് തൂണുള്ളൂ, കാരണം കുഴപ്പമില്ല. ഇനി നമുക്ക് ധർമ്മശാല കണ്ടുപിടിക്കാം. ധർമ്മശാലയോ ഗുരുദ്വാരയോ എന്തെങ്കിലുമൊക്കെ നോക്കി നോക്കാം. അങ്ങനെ പരിപാടി മക്കളെ. शरबत है, थैंक यू भाई। प्रॉब्लम नहीं। कहाँ से कहाँ की यात्रा चल रही है? केरला से। ये क्या है? ये रूह अफ़ज़ा और पानी और चीनी। हाँ अच्छा है। नारियल है, नारियल और रूह अफ़ज़ा है। हाँ जो पार्टिकल्स है सारे नारियल के हैं। ये गर्मी ज़्यादा है, ये गर्मी ज़्यादा करने का ये मुहर्रम चल रहा है ना। इधर धर्मशाला है, धर्मशाला है शायद रात में रहने का। सीवीगंज में है, सीवीगंज में ना था ये तो है ना आश्रम। कितना दूर है? ये 3-4 किलोमीटर पड़ेगा। ये ग्लास बॉटल हो तो ले जाओ और भर के। बॉटल में नहीं, पानी है। ये इधर कितना दूर है? 3-4 किलोमीटर पड़ेगा आपको। 3-4 किलोमीटर। ओके बाय, थैंक यू। केरला ഇതിപ്പോ തന്നസാനല്ലേ അത് വേറെ എവിടെ നിന്ന് ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. ആ എവിടെയാണെന്നറിയോ? നമ്മൾ മറ്റേ മണം എങ്ങനത്തെ വെച്ച് കഴിഞ്ഞാലേ മറ്റേ സാധനമില്ലേ എന്തെന്ന് പറയാം, നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഒരു കുപ്പിയിൽ സാധനം തെളിക്കില്ല, നല്ല മണമുള്ളത്. ആ സാധനത്തിന് മണം വരുന്നേ ടേസ്റ്റ്. പക്ഷേ എന്തിട്ടാണോ പോട്ടാ ഒരു മധുരം അങ്ങനത്തെ എന്തൊരു സാധനം. പക്ഷെ എന്നാലും കുടിച്ചപ്പോൾ ഒരു എനർജി ഉണ്ട്. നല്ല ചൂട് കൂടുതലായപ്പോഴേ ഞാൻ ശരിക്കും കണ്ടുള്ള ചൂട് കൂടുതലുള്ളപ്പോൾ പഞ്ചാബിലാണ് ഇങ്ങനത്തെ കുറേ കണ്ടല്ലോ. പഞ്ചാബിലൊക്കെ റോഡിലിറങ്ങിയിട്ട് എല്ലാവരും സർദാർമാരെല്ലാവരും ഇങ്ങനെ കൊടുക്കണം. ഓ അങ്ങനെയാണ് പരിപാടി വെക്കണ, പറയണ്ട. അങ്ങനെ നമ്മൾ ഇപ്പോൾ എന്നിട്ടാ ബറേലി എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് നിൽക്കണേ. ഈ സ്ഥലത്തേക്ക് എത്തിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 1 മണിയൊക്കെ ആകുമ്പോൾ എത്തിയതാണ്. അങ്ങനെ നേരെ ചെറിയൊരു വഴിയാട്ടാ ബറേലി. അങ്ങനെ ഇവിടെ എത്തിയിട്ട് നേരെ നോക്കുമ്പോൾ തീരെ വയ്യാർന്നില്ല, ഉറക്കം റെഡി അല്ലല്ലോ. അങ്ങനെ നേരെ ഇവിടെ വന്നപ്പോൾ ഒരു ഗുരുദ്വാര കിട്ടി. പക്ഷേ നമ്മൾ ഇത് ഭയങ്കര ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടാ, ഉള്ളുള്ള ഏരിയ. അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് നോക്കുമ്പോൾ നേരെ വന്നിട്ട് ഗുരുദ്വാര കിട്ടി. ഗുരുദ്വാരയിൽ പോയി കിടന്നു. അത് ഇപ്പോൾ 5:30-6 മണിയാവും റേഞ്ചിൽ പോയി കഴിഞ്ഞിട്ടുള്ള ഞാൻ വന്നിട്ട്. അങ്ങനെ നേരെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. നല്ല തിരക്കുള്ള മാർക്കറ്റത്. ഗംഭീര തിരക്കാട്ടാ. ഇപ്പോൾ ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള വഴിക്ക് അറിയില്ല. അത് വേറെ നോക്കണമെങ്കിൽ അതാണ് ഞാൻ അടുത്ത പ്രശ്നം. ചെരുപ്പോള് നോക്കി, ചെരുപ്പോള് ഉണ്ടാക്കണ അതിൻ്റെ കൊണ്ടിട്ടത്. ഇതൊക്കെ കണ്ടില്ലേ ഫുള്ള് ചെരുപ്പിൻ്റെ അവിടെ ഉള്ള ചെരുപ്പോളെ കൂടുതൽ ഉണ്ടല്ലോ അവിടെ. ചെരുപ്പ് മാത്രമാവില്ലല്ലോ, അതുണ്ടാവും.
പള്ളി മുസ്ലിംസിൻ്റെ ഏരിയ കൊണ്ടിട്ട് ഇവിടെ ഭയങ്കര കൂടുതലായിട്ട്. ഞാൻ ആദ്യം വിചാരിച്ചു മറ്റേ അജ്മീർ അങ്ങനത്തെ സ്ഥലത്തൊക്കെ മുമ്പ് ഉണ്ടാവില്ല, അങ്ങനത്തെ വല്ല സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ അങ്ങനത്തെ ഒന്നും കാണാനില്ല. മുസ്ലിംസിൻ്റെ ഏരിയ കൊണ്ട് കൂടുതലോടെ എന്തായാലും. അങ്ങനെ കുറച്ച് നേരം നടന്നിട്ട് വരെ വളകളൊക്കെ നോക്കി, പലതരം കുപ്പി വളകൾ, നല്ല സാധനങ്ങളുണ്ട്. കണ്ടില്ലേ വളകൾ. പൂവുകൾ, മുല്ലപ്പൂ അല്ലേ ഇത്? മുല്ലപ്പൂവ്, പൂക്കൾ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ വീഡിയോ എടുത്ത് നടന്നിട്ട് ഇവിടുന്ന് അടിയിട്ടാണാവോ? അതൊക്കെ പേടിക്കണ്ട. ഇവിടെ ഇവിടെ എന്തൊക്കെ മെയിനായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട്. അതെന്തൊക്കെ പറയണത്? ഒരു ഭയങ്കര സ്പീഡിൽ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് മനസ്സിലാവും. അടുത്തത് തന്നെ ഇടിക്കും. ഇവിടെ നിന്നിട്ട് പള്ളിയാവുണ്ടല്ലേ, നല്ല തിരക്കുണ്ട് കേട്ടോ. അതിന് മുകളിൽ കൂടെ ഓർമ്മ വിളിച്ച് നേരത്തെ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ ഉണ്ട്. ഇതൊന്നിട്ട് ലെസ് ചെയ്യാം. ये क्या बोला? ये शरबत शरबत है। अच्छा എല്ലാവർക്കും സർബത്ത് കൊടുക്കുന്നുണ്ടോ? भाई ग्लास ഇവിടെ ഇപ്പോൾ 2 കാലത്ത് ഉണ്ടായിപ്പോൾ ഇത് ഇങ്ങനെ ഇടണേ. നാളെ ചൂട്ടത്തിന് എന്താ കുടിക്കുമ്പോൾ നാളെ സുഖ. എൻ്റെ ഉള്ളിലേക്ക് കാണണ്ട, ഫുള്ള് ചെറിയ ചെറിയ വഴികളാട്ടോ ഒക്കെ. നല്ല ചൂടുണ്ട് മോനെ. 5:30 കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും നല്ല ചൂടാ. നെറ്റിമിക്കൊക്കെ ചൂടാന്ന് തുടങ്ങി നന്നായിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മീന ബസാർ എന്നാണ് എൻ്റെ പേര് പറഞ്ഞത്. ഇവിടെ ബസാർ മാത്രമല്ല, ഒന്നും വേറെ കാര്യമായിട്ടൊന്നും ഇല്ല. ഫുള്ള് അത് കൊണ്ടുപോകാൻ ദൂരം ഉണ്ടെന്ന് പറഞ്ഞത്. ബറേലിന്നാ അങ്ങനെ എന്താ പറയുക സ്ഥലത്തിൻ്റെ പേര്? ഈ പ്ലേസ് കാ നാം क्या है? ബറേലി എന്നാണ് പ്ലേസിൻ്റെ പേര്. ഇവിടെ സത്യം പറഞ്ഞാൽ മാർക്കറ്റ് മാത്രമല്ല ഒന്നും. എന്ന് പറഞ്ഞാൽ ഓരോ ഏരിയയ്ക്ക് പോയി കഴിഞ്ഞാൽ ഓരോ ഭാഗങ്ങളാവുന്നത് തന്നെ, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മാർക്കറ്റിൽ കുറച്ചേരം നമ്മൾ നേരെ റൂമിലേക്ക് പോയി. നമ്മളിപ്പോൾ വന്നിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളിയുടെ സാധനങ്ങൾ കൊണ്ടത് കുറേ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടല്ലേ, എല്ലാ സാധനങ്ങളും വെള്ളിയുള്ള കൊണ്ടതാണ്. ഉണ്ടല്ലേ, ഇതൊക്കെ വെള്ളിയ സാധനങ്ങൾ. നെയ് ഉണ്ടല്ലേ, ഫുള്ള് വെള്ളിയുടെ സാധനങ്ങൾ ഇവിടെയൊക്കെ. എന്നിട്ടോ എന്തോ വെള്ളിയിലൊക്കെ ഉണ്ടാക്കണതാണ്. കണ്ടില്ലേ, ഒക്കെ വെള്ളിയില കേട്ടാ. ഫുള്ള് വെള്ളിയുടെ സാധനങ്ങൾ മാത്രം. ഡ്രസ്സ് കടകൾ ഉണ്ടാവാൻ സാധനങ്ങളുണ്ട് കേട്ടോ. മൂക്കത്തിൻ്റെ ആണാവോ, അല്ലാതെ നല്ല തിരക്കൊക്കെ ഉണ്ട് ഡ്രസ്സിൻ്റെ കടകളിൽ. ഇവിടെ നിന്ന് ഫുഡിൻ്റെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേ. നമ്മൾ ഗുരുദ്വാരയിൽ വന്നപ്പോൾ അവിടെ നിന്ന് കടലക്കറി, ചോറും ചപ്പാത്തി സ്ഥിരം കിട്ടണം തന്നെ. അങ്ങനെ അത് കഴിച്ചിട്ടാണ് നമ്മൾ കിടന്നുറങ്ങി. എന്നിട്ടാണ് ഇറങ്ങിയത്. ഉറക്കം വരെക്കൂടിയ സീനാണ്. പക്ഷേ ഇപ്പോൾ കിടക്കണോടത്തും കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്. ഇന്നത്തെ ഉറക്കം പോകുന്നുണ്ട് മൊത്തം. നോക്കി നോക്കാം എന്തായാലും. ഫുഡ് ഐറ്റംസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്തൊക്കെയുണ്ട് നോക്കി നോക്കാം. ഇതിനുള്ള വന്നിട്ട് മൊത്തം വഴി കയറ്റുന്നുണ്ട്. ഇതൊന്നൊരു ഇഡ്ഡലി പോലത്തെ സാധനമൊക്കെ. പഞ്ചസാര ഉണ്ടത്.
ഫുഡിൻ്റെ സെക്ഷനൊക്കെ എത്തിയിട്ട് കേട്ടോ. പല്ലിക്കട തന്നെ സാധാരണ മാർക്കറ്റിലുണ്ടാവുന്ന കാര്യങ്ങൾ തന്നെ അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല കേട്ടോ അവിടെ. ഈ ഒക്കെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലാതെ ഉണ്ട് കുറേ ഇങ്ങനെ ചേരികളായിട്ടാണ്. നല്ല ചൂടുണ്ട്. ഇതൊക്കെ ഏതാണോ വഴിയൊക്കെ ആകെ മറിയുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടുണ്ട് വഴി, അങ്ങോട്ടുണ്ട് മാറി തെറ്റിനുണ്ട്. ഇവിടേക്ക് വന്നിട്ട് കാര്യമില്ല, തിരിച്ച് പോകണമെന്നുണ്ട്. ഓക്കെ, വഴി തെറ്റിയില്ലോ, തിരിച്ചു പോവാം. നമുക്കേ റൂമിലേക്ക് പോകാൻ നല്ലത്. വെറുതെ നടക്കുമ്പോൾ കിടന്ന് ഇറക്കാം പ്രശ്നം. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ റൂമിലേക്ക് എങ്ങനെ എത്താൻ പറ്റുമോ നോക്കട്ടെ. റൂമിലേക്കുള്ള വഴിയൊക്കെ തെറ്റിന്നുകൊണ്ട് കേട്ടോ മക്കളെ. ഉണ്ടായിരുന്നില്ല ഗുരുദ്വാര. ഇതർ ഗുരുദ്വാര ഇവിടെ തന്നെ. ഇതേ കാണുന്നതാണ് ഗുരുദ്വാര നമ്മുടെ. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ഗുരുദ്വാരയിലേക്ക് എത്തിപ്പെട്ടു. ഇതാണ് നമ്മുടെ ഗുരുദ്വാര, കണ്ടില്ലേ? ഈ ഗുരുദ്വാരയിലാണ് നമ്മൾ സ്റ്റേ. കണ്ടില്ലേ, ഇതാണ് ഗുരുദ്വാര. ഇത് ഗുരുദ്വാര പാർക്കിംഗ് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അങ്ങനെ ഇതിൻ്റെ മുകളിലത്തെ വ്യൂ കാണിച്ചു തരാം. ഞാൻ അപ്പം നിൽക്കണ ഗുരുദ്വാരയിൽ അതിൻ്റെ മുകളിലത്തെ ഒരു വ്യൂ കാണിച്ചു തരട്ടെ. ഞാൻ കണ്ടോ ആദ്യം വ്യൂ നോക്കാം. എന്തിട്ട് രസം നോക്കി ആകാശമൊക്കെ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാ. ഫുഡ് കഴിക്കണ കാണിക്കണമെന്നില്ല, എന്താ വെച്ചാൽ എപ്പോഴും സ്ഥിര സാധനങ്ങളല്ലേ. അങ്ങനെ ഇത് വരാണ്ടില്ലേ. ഇത് അടിഭാഗം സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട്. സാധനമൊന്നും എടുക്കാമെന്നില്ല ഞാൻ. ഇവിടെ കുറച്ച് സേഫാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റൂം കാണിച്ചറിഞ്ഞ് ഇവിടെ നേരെ മോളിൽ കയറുക. ഈ ബിൽഡിങ്ങിൽ ഞാൻ വൈകുന്നേരം മോളിക്ക് പോയിട്ടാണെന്ന്. ഇതെത്ര 5 തന്നെ ഇട്ടുണ്ട് ഈ ബിൽഡിങ്. അപ്പോൾ എന്തോന്നായി നടന്നാണെന്നുണ്ടെങ്കിൽ സാധനം. പക്ഷെ അത് ഇതിൻ്റെ മോളിക്കുള്ളതൊക്കെ പണി കഴിഞ്ഞെടുക്കുക. ഇത് വെറുതെ എടുക്കുന്ന കേട്ടോ, ഒരു ഉപകാരമില്ലാത്ത പോലെ. നമ്മുടെ റൂം കാര്യങ്ങൾ എവിടെ കൊതും ഉണ്ടാവുകയാണോ, അതാണ് പ്രശ്നം. ഇനി വേണ്ട, ഇങ്ങനത്തെ ഒരു ഹാളാണ് തന്നുള്ളത്. ഇതിൽ കിടന്നോ പറഞ്ഞിട്ട് ഇതൊക്കെ ധാരാളാ. കൊതുല്ലാണ്ടിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ലേ. അങ്ങനെ മക്കളെ കാര്യങ്ങൾ. അപ്പോളേ ഞാൻ മെല്ലെ കിടന്നുറങ്ങാൻ നോക്കട്ടെ കേട്ടോ.